പണം നൽകിയ സ്ത്രീ എന്റെ കൂടെ ഇല്ല, ഞാൻ അറിയില്ല, എന്റെ കാറിലായിരുന്നു നിങ്ങൾ കണ്ടത് എന്ന മറുചോദ്യമാണ് മാധ്യമപ്രവർത്തകരോട് തിരിച്ചു ചോദിക്കുന്നത്. ശോഭാ സുരേന്ദ്രന് കാണാൻ വേണ്ടി കൂടിയാണ് ഈ ഒരു ദൃശ്യം പുറത്തേക്ക് വിടുന്നത്, ഈ ഒരു ഫോട്ടോ പുറത്തേക്ക് വിടുന്നത്. വയോധികയ്ക്ക് പണം നൽകിയ സ്ത്രീ ശോഭാ സുരേന്ദ്രനൊപ്പം നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ തത്സമയം മീഡിയ വൺന്റെ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് ആണ് ഈ ചിത്രം പുറത്തുവിട്ടിരിക്കുന്നത്. പാലക്കാട് BJP ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് ശോഭയ്ക്കൊപ്പം സിനി എന്ന സ്ത്രീ നിൽക്കുന്ന ഫോട്ടോ പുറത്തേക്ക് വന്നിരിക്കുന്നത്. സാജിദ് അജ്മൽ കൂടി ചേരുകയാണ്. സാജിദ്, എന്താണ് ഫോട്ടോയിൽ നിന്ന് വ്യക്തമാക്കുന്നത്? ശോഭ പറയുന്നത് പോലെ തനിക്ക് ആ സ്ത്രീയെ അറിയില്ല, സിനി ആരാണ് എന്ന് മാധ്യമപ്രവർത്തകരോട് ഇങ്ങോട്ട് ചോദിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രനുമായി അടുത്ത ബന്ധം തെളിയിക്കുന്ന ഫോട്ടോ തന്നെയാണ്, അതും BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ചെടുത്ത ഫോട്ടോ. സജീവ BJP പ്രവർത്തകയാണ്. ഇവരുടെ പ്രചരണത്തിൽ ശോഭാ സുരേന്ദ്രനൊപ്പം എപ്പോഴും ഉള്ള വ്യക്തി കൂടിയാണ്. നമ്മൾ BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ശിവരാജ് സിംഗ് ചൌഹാൻ കേന്ദ്ര മന്ത്രി വന്ന സമയത്ത് എടുത്ത ഫോട്ടോ ആണ്. അവർ തന്നെ അവരുടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതാണ്. ഇന്ന് ഇവർ തന്നെയാണ് ശോഭാ സുരേന്ദ്രന്റെ കാറിൽ നിന്ന് ഇറങ്ങി പണം കൊടുക്കുന്നത്. പക്ഷേ ഇത് അല്ല എന്ന് ആദ്യം ഈ കോൺഗ്രസിന്റെ പ്രവർത്തകരാണ് പണം കൊടുത്തത്, വനിതയാണെന്ന് പറഞ്ഞു. അത് തെറ്റാണ് എന്ന് മാധ്യമപ്രവർത്തകർ തെളിവ് സഹിതം പറഞ്ഞപ്പോൾ പിന്നീട് ശോഭാ സുരേന്ദ്രൻ പറയുന്നത് ഇവർക്ക് മുഖം കാണുന്നില്ലല്ലോ എന്നുള്ളതാണ്. അതായത് ഒരു ക്യാമറയ്ക്ക് മുൻപിൽ വന്ന് തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ആരും പണം നൽകില്ല എന്ന് എല്ലാവർക്കും അറിയാം. ആ ദൃശ്യങ്ങളിൽ നിന്നും അതോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രന്റെ കാറിൽ നിന്നും വ്യക്തമാണ് പണം കൊടുക്കുന്നത് ഈ സിനി സജീവ് എന്ന BJP പ്രവർത്തകയാണ് എന്ന് വ്യക്തമാണ്. അവർ ഈ പാലക്കാട് ഉള്ളതല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ ചട്ടങ്ങളുടെ നീണ്ട ലംഘനമാണ് ഇതിൽ നടത്തിയിരിക്കുന്നത്. കാരണം ഈ നിശബ്ദ പ്രചരണത്തിന് വലിയൊരു സംഘം വീടുകളിലേക്ക് പോകുന്നു, അതിൽ പണം നൽകി വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു. ഇത് കൂടാതെ മറ്റ് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ എല്ലാം തന്നെ ലംഘിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതായത് പണം കൊടുത്ത വോട്ടർമാരെ സ്വാധീനിക്കൽ, വലിയ തോതിൽ ആളുകൾ സംഘടിക്കൽ, ഇത് കൂടാതെ ജില്ലയ്ക്ക് പുറത്തുള്ള ആളുകൾ ഈ നിശബ്ദ പ്രചരണ ദിവസം ഇവിടെ നിന്ന് പ്രചരണം നടത്തൽ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നടന്നിട്ടുണ്ട്. ഇത് വിശദീകരിക്കാൻ വാർത്താ സമ്മേളനം വിളിച്ച് വിട്ടുപോയൊരു സാഹചര്യമാണ് ശോഭാ സുരേന്ദ്രന് ഉണ്ടാവുകയും ചെയ്തത്. എന്തായാലും ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ വാർത്ത നമ്മൾ പുറം ലോകത്ത് എത്തിച്ച എല്ലാ മാധ്യമങ്ങളും ഏറ്റെടുത്തു. ഇതോടുകൂടി മീഡിയ വൺ എന്തോ ഗൂഢാലോചന നടത്തി എന്ന തരത്തിൽ വ്യാഖ്യാനിക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ അതും അവർ പറഞ്ഞ വാദങ്ങൾ തെറ്റാണെന്ന് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയും ചെയ്തു. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ BJPക്ക് വലിയൊരു തിരിച്ചടിയാണ് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നത്. സാജിദ്, ഒരു വ്യക്തതയ്ക്ക് കൂടെ വേണ്ടിയാണ്, ശോഭാ സുരേന്ദ്രൻ ഇരിക്കുന്ന അതേ വെള്ളക്കാറിൽ തന്നെയാണ് ആ സ്ത്രീയും പിന്നീട് പോയി കയറുന്നത്. തിരിച്ച് ശോഭാ സുരേന്ദ്രൻ വന്ന് ഡോറ് തുറന്ന് സംസാരിക്കുന്നതും ഇതേ സ്ത്രീയോട് തന്നെയാണ്, ആ വെള്ള ചുരിദാറിട്ട സിനി എന്ന പേരിട്ടുള്ള സ്ത്രീയോട്. അതെ, തീർച്ചയായും അവരോടൊപ്പം എപ്പോഴുമുള്ള സ്ത്രീയാണ് ഈ സിനി സജീവ് എന്നത്. അവർ ഈ BJPയെ സംബന്ധിച്ച്, ശോഭയെ സംബന്ധിച്ച് ഇത് അവരുടെ ഒരു എടുത്തുചാട്ടം കൊണ്ട് അബദ്ധത്തിൽപ്പെട്ടു എന്ന് പറയാം. കാരണം ഈ പണം നൽകുന്ന വിഷ്വൽ മാത്രമാണ് ഈ കോൺഗ്രസ് പ്രവർത്തകർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഈ വഴിയിൽ ഇവരെ തടഞ്ഞു നിർത്തി കോൺഗ്രസ് പ്രവർത്തകരെ ഈ ശോഭാ സുരേന്ദ്രൻ സംഘവും തടഞ്ഞു നിർത്തുകയാണ്. എന്തിനാണ് ദൃശ്യങ്ങൾ എടുത്ത് എന്ന് ചോദിച്ചപ്പോൾ അപ്പോഴാണ് കൂടുതൽ ഇതിന് വ്യക്തത വരികയും ചെയ്യുന്നത്. ആ ദൃശ്യങ്ങളിലാണ് ഈ സിനി സജീവും ശോഭാ സുരേന്ദ്രനും ഒരേ കാറിലുള്ളതായി കൃത്യമായി കാണുന്നത്. എന്നാൽ തനിക്കറിയില്ല, മുഖം കാണുന്നില്ല എന്ന് എല്ലാം പറഞ്ഞ് ഗൂഢാലോചന നടത്തിയതാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു വലിയ രീതിയിൽ ഉരുണ്ട് കളിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. BJPയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് എടുത്ത ചിത്രങ്ങൾ കൂടിയാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഏതൊരു സാധാരണക്കാരനും ദേശീയ നേതാക്കൾ BJP ഓഫീസിലേക്ക് എത്തുമ്പോൾ അങ്ങനെ പോയി ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമൊന്നും ആയിരിക്കില്ല. ദേശീയ നേതാക്കൾ എത്തുന്ന സമയത്ത് ആ BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് കേരളത്തിലെ നേതാക്കളോടൊപ്പം ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ അത് സജീവ BJP പ്രവർത്തക തന്നെയായിരിക്കും. അവിടെ കൂടി നിന്നവർക്കെല്ലാം തന്നെ വളരെ പരിചിതമായ മുഖമായതുകൊണ്ട് തന്നെയാകണം ആ ഫോട്ടോയിൽ ഈ പറയുന്ന സിനി സജീവും ഉൾപ്പെട്ടിട്ടുള്ളതും. ദേശീയ നേതാവ് മാത്രമല്ല, കേന്ദ്രമന്ത്രിയാണ്, മുൻ മുഖ്യമന്ത്രിയാണ്. വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. ഈ ശിവരാജ് സിംഗ് ചൌഹാന്റെ പരിപാടിക്ക് നമ്മളും പോയിരുന്നു. വലിയ സുരക്ഷാ സംവിധാനങ്ങൾ തന്നെ
ഉള്ള ഒരു നേതാവാണ്, കേന്ദ്രമന്ത്രിയാണ്. അങ്ങനെ ആർക്കും എളുപ്പത്തിൽ ഓടിച്ചെല്ലാൻ കഴിയുന്ന ഒരു നേതാവല്ല. അതുകൊണ്ട് തന്നെ ഈ ശോഭാ സുരേന്ദ്രനൊപ്പം വളരെ സൗഹാർദ്ദപരമായി ചിരിച്ചവർ ഫോട്ടോയിൽ നിൽക്കുന്ന അവരുടെ FB പേജിൽ നിന്ന് തന്നെ ലഭിച്ചതാണ്. ഇവർ തന്നെയാണ് ഇന്ന് പണം നൽകുന്നതും ശോഭാ സുരേന്ദ്രനൊപ്പം കാറിൽ സഞ്ചരിക്കുന്നതും. ഇതെല്ലാം ശോഭാ സുരേന്ദ്രൻ അല്ല, തനിക്ക് അറിയില്ല, മുഖം കാണുന്നില്ല എന്നെല്ലാം പറഞ്ഞ് ഉരുണ്ട് കളിക്കുകയാണ് ചെയ്യുന്നത്. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാജിദ്. കാരണം ഒരു സാധാരണക്കാരായ അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന നേതാക്കളോടൊപ്പം ഫോട്ടോ എടുക്കുന്നതൊക്കെ സ്വാഭാവികമായ കാര്യങ്ങളാണ്. പല ഘട്ടങ്ങളിൽ ഈ നേതാക്കളൊക്കെ പുറത്തേക്ക് ജനങ്ങളുടെ ഇടയിൽ നിന്ന് പ്രവർത്തിക്കും. പ്രചാരണ പരിപാടിയിൽ, പ്രസംഗ പരിപാടിയിൽ, പൊതുപരിപാടിയിലൊക്കെ പങ്കെടുക്കും. അതിനിടയ്ക്ക് സെൽഫി എടുക്കുന്നതും ഫോട്ടോ എടുക്കുന്നതും ഒക്കെ വളരെ സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഫോട്ടോ എടുത്തിരിക്കുന്നത് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ചാണ്, BJPയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ചാണ്. അതും BJPയുടെ തന്നെ മുതിർന്ന നേതാവ്, കേന്ദ്ര നേതാവ്, ദേശീയ നേതാവ് വന്ന സമയത്താണ് എന്നുള്ളത് തന്നെയാണ് ഇത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. തീർച്ചയായും ശോഭാ സുരേന്ദ്രനൊപ്പം ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുന്ന ആൾ തന്നെയാണ് സിനി സജീവ് എന്നതിൽ യാതൊരു സംശയവുമില്ല. കേന്ദ്രമന്ത്രിക്കൊപ്പം അതീവ സുരക്ഷ ഉള്ള ശിവരാജ് സിംഗ് ചൌഹാനെ പോലെ മുൻ മുഖ്യമന്ത്രിയും കേന്ദ്ര കൃഷി മന്ത്രിയുമായ ശിവരാജ് സിംഗ് ചൌഹാനൊപ്പമാണ് ഇവർ ഫോട്ടോ എടുത്തിരിക്കുന്നത്. അത് ശോഭാ സുരേന്ദ്രനൊപ്പം ഉണ്ട്. ഇവർ ഈ ശോഭാ സുരേന്ദ്രനൊപ്പം നിരന്തരം യാത്ര ചെയ്യുന്ന ആൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ യാതൊരു സംശയവുമില്ല, ഇത് ശോഭാ സുരേന്ദ്രൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് എന്നതിൽ ഒരു സംശയവുമില്ല. എന്നാൽ ഇവർ ഈ അവസാനം ആദ്യം പറഞ്ഞത് കോൺഗ്രസുകാരായിരിക്കാം പൈസ കൊടുത്തത്, അത് മീഡിയ വൺ ഗൂഢാലോചന നടത്തി എന്നുള്ളതെല്ലാമാണ്. എന്നാൽ അവസാനം അവർക്ക് തന്നോടൊപ്പമുള്ള ആളാണെന്ന് മനസ്സിലായതോടുകൂടി അവരുടെ മുഖം കാണുന്നില്ല എന്ന് പറഞ്ഞ് അവർ ഈ വാർത്താ സമ്മേളനം വിളിച്ച് ഒരു പെട്ടുപോയൊരു സാഹചര്യമാണ് ഉണ്ടായത് എന്ന് പറയാതെ വയ്യ. എന്തായാലും ഈ ശോഭാ സുരേന്ദ്രനും BJPയും വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്ന ഒരു സാഹചര്യമാണ്. അവസാന നിമിഷമാണ് അവർ ഈ പണം നിരന്തരം കൊടുക്കുകയും അത് ഈ പിടിക്കപ്പെടുകയും ചെയ്തത്. അത് വലിയ വാർത്തയായി ആദ്യം വാർത്ത